ഇന്നലെ ആ കോടതി മുറിയിൽ തീർത്തത് ഒരു പകരം വീട്ടൽ കൂടിയായിരുന്നു. നിയമസഭയിൽ പോലും CPM-നെ മുഖമായി എത്തേണ്ട പോരാട്ട വീര്യമുള്ള, ഇത്തവണയെങ്കിലും CPM നേതൃത്വം പരിഗണിക്കുമോ എന്ന് കരുതിയിരുന്ന ഗീനാകുമാരിയാണ് അക്ഷരാർത്ഥത്തിൽ പ്രോസിക്യൂട്ടറായി കഴിഞ്ഞ ദിവസം കോടതി മുറിയിൽ എത്തിയത്. ഗീനാകുമാരി വന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ തന്നെ കോൺഗ്രസിന് ഉറപ്പായിരുന്നു എന്തായാലും ജാമ്യാപേക്ഷ ഉണ്ടാവുകയില്ല. ഏതെല്ലാം തെളിവുകൾ കൊണ്ടുവരാൻ സാധിക്കുമോ ആ തെളിവുകളെല്ലാം കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും തടയിടും എന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു മുഴം മുന്നേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഇറങ്ങിയതും. എന്തായാലും ആ പകരം വീട്ടലിൽ കത്തിയെരിഞ്ഞത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ ഈ വാർത്ത കേട്ട് തളർന്നു വീണു എന്നാണ് അറിയുന്നത്. അക്ഷരാർത്ഥത്തിൽ ജാമ്യാപേക്ഷ തള്ളിയതിലല്ല, അതിൽ മേൽക്കോടതിയും ഉണ്ടല്ലോ, നിയമത്തിൽ എന്നും വിശ്വസിക്കുന്നു, എന്നായാലും നിയമം തന്നെ ജയിക്കുമെന്ന് ആണ് ആ അമ്മ പറയുന്നത്. പക്ഷേ അതേ നിമിഷം തന്നെ കോൺഗ്രസിൽ നിന്ന് തന്റെ മകനെ പുറത്താക്കിയെന്ന വാർത്ത കേട്ടപ്പോഴാണ് അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്തത് എന്നാണ് പറയുന്നത്. കാരണം കുഞ്ഞുനാൾ മുതലേ അച്ഛന്റെ മരണശേഷം അച്ഛന്റെ ഖദറിട്ട് തുടങ്ങിയതാണ് ഈ രാഷ്ട്രീയത്തിലെ വിശ്വസിക്കാൻ. അമ്മയോടൊപ്പം സ്നേഹിച്ച, ഒരു ഘട്ടത്തിൽ അമ്മയെക്കാൾ അധികം അവൻ പാർട്ടിയെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്റെ മകനെ ഈ ഒരു ക്രൂഷ്യൽ ഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞത് തെറ്റായി പോയി എന്നൊരു പക്ഷേ അമ്മ വിശ്വസിക്കുന്നുണ്ടാകും. എന്തായാലും അമ്മ വളരെ അഭിമാനത്തോടു കൂടി കഴിഞ്ഞ വർഷം 2024 ഡിസംബർ 4-ന് ആ അമ്മ മകനെ അഭിമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച് ചുംബിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. ഇന്ന് അതേ അമ്മ അതേ മകന്റെ പേരിൽ ഏറെ വേദനിക്കുന്ന ഒരു അമ്മയായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഗീനാകുമാരിയുടെ അക്ഷരാർത്ഥത്തിൽ നടന്ന ഒരു പോരാട്ടം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി മുറിയിൽ കണ്ടത് എന്നാണ് പലരും വ്യക്തമാക്കുന്നത്. 1994-95 കാലത്ത് SFI നേതൃത്വത്തിൽ കേരള സർവകലാശാലയിൽ നടത്തിയ വിളനിലം സമരത്തിനിടയിലും കൂത്തുപറമ്പ് സമരത്തിനിടയിലും കണ്ട അതേ പോരാട്ട വീര്യം. പോലീസ് അതിഭീകരമായാണ് അന്ന് ഗീനാകുമാരിയെ തല്ലിച്ചതച്ചത്. അതുകൊണ്ട് തന്നെ ഏതൊരു പെണ്ണിനു വേണ്ടിയും, സമ്മർദ്ദം അനുഭവിക്കുന്ന ഏതൊരു സ്ത്രീക്ക് വേണ്ടിയും, ആണാൽ അടിമപ്പെട്ട ഏതൊരു സ്ത്രീക്ക് വേണ്ടിയും ശബ്ദമുയർത്താൻ ഗീനാകുമാരി ഉണ്ടാകുമെന്ന് മുമ്പേ പലരും പറയാറുണ്ട്. ഗീനാകുമാരിയുടെ തല തല്ലിപ്പൊളിച്ചും നിലത്തിട്ട് ചവിട്ടിയിരച്ചും പോലീസ് നടത്തിയ ആക്രമണങ്ങൾ അതിക്രൂരമായിരുന്നു അന്ന്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒഴുകിയ ചോരപ്പുഴയുടെ മറ്റൊരു അധ്യായമായിരുന്നു ഈ സംഭവങ്ങൾ. അക്കാലത്ത് തന്നെയാണ് പോലീസ് വാഹനങ്ങളും തെരുവിൽ നിന്ന് കത്തിയിരുന്നത്. വിദ്യാർത്ഥികളും പോലീസും നേർക്കുനേർ ഏറ്റുമുട്ടി നടത്തിയ രക്തരൂക്ഷിതമായ ആ പോരാട്ട ചരിത്രം വല്ലാത്തൊരു ചരിത്രം തന്നെയാണ്. MLA ആയും മന്ത്രിയായും ഒക്കെ ഗീനാകുമാരി പൊതുരംഗത്തുണ്ടാകുമെന്ന് കരുതിയ രാഷ്ട്രീയ കേരളത്തിന് മുന്നിലാണ് അവരിപ്പോൾ ഒരു പ്രോസിക്യൂട്ടറായി തിളങ്ങി നിൽക്കുന്നത്. ആ പോരാട്ട വീര്യമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. CPM ആണ് ഗീനാകുമാരി തന്നെ ഇറങ്ങണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഗീനാകുമാരി ഇറങ്ങിക്കഴിഞ്ഞാൽ CPM ഇട്ട പ്ലാൻ കൃത്യമായി നടപ്പിലാകും. ഒരു പഴുതുപോലും ഇല്ലാതെ ശാസ്തമംഗലം അജിത്തിനെ അടിച്ചു നിലംപരിശാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാൻ കഴിയുമെന്നാണ് വിചാരിച്ചിരുന്നത്. അത് തന്നെ നടക്കുകയുമുണ്ടായി. എന്തായാലും പ്രോസിക്യൂട്ടർ എന്ന വേഷത്തിൽ ഗീനാകുമാരി തിളങ്ങുകയാണ്. ഗീനാകുമാരിയുടെ ഈ പോരാട്ട വീര്യം കണ്ടെങ്കിലും അത് സമൂഹത്തിൽ ഗീനാകുമാരിയുടെ പേര് കൂടുതൽ ശക്തമായി വരികയും അതേ ഈ ഒരു ഇമേജ് വെച്ച് തന്നെ വീണ്ടും അവർ പാർട്ടിയിലേക്ക് മത്സരിക്കാൻ നിൽക്കുമോ എന്ന് പോലും ഒരു ആലോചന നടക്കുന്നുണ്ട്. ഏത് മേഖലയായാലും നീതിക്കൊപ്പം നിൽക്കുക, അതിനുവേണ്ടി പോരാടുക എന്ന ചുവപ്പ് പ്രത്യാശാസ്ത്ര ബോധം തന്നെയാണ് ഗീനാകുമാരി ഇപ്പോഴും നയിക്കുന്നത്. ആ ചുവപ്പ് പ്രത്യാശാസ്ത്ര ബോധമൊക്കെ നല്ലതാണ്. എന്നാൽ മുഖ്യമന്ത്രിക്കും ഗോവിന്ദനും ഒക്കെ തന്നെ സമയം കിട്ടുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലും പ്രകടമാകുന്നത് ഇത് തന്നെയാണ്. ഗീനാകുമാരിയുടെ തല തല്ലിപ്പൊളിച്ചും നിലത്തിട്ട് ചവിട്ടിയിരച്ചും പോലീസ് നടത്തിയ ആക്രമണങ്ങൾ അതിക്രൂരമായിരുന്നു. 1994 നവംബർ 25-ന് തലസ്ഥാന നഗരത്തിൽ നടന്ന അത്തരം ഒരു വിദ്യാർത്ഥി സംഘർഷത്തിലെ പ്രതി 2023 ഒക്ടോബറിൽ വഞ്ചൂർ കോടതിയിൽ ഹാജരായത് മറ്റൊരു ചരിത്ര നിമിഷത്തിനായിരുന്നു. 30 ആണ്ടായി ഉള്ളിലുള്ള നീറ്റൽ തുറന്ന് പ്രകടിപ്പിക്കാൻ എത്തിയ പോലീസുകാരന്റെ നടപടി വലിയ രൂപത്തിലാണ് മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത്. കോടതി വളപ്പിലായിരുന്നു ഇതൊക്കെ നടന്നത് എങ്കിലും ന്യായാധിപർക്ക് മുന്നിലായിരുന്നില്ല. പണ്ടൊരു സമരത്തിനിടെ തല പൊളിച്ചതോടുകൂടി അന്നത്തെ പോലീസുകാരൻ ഖേദപ്രകടനം നടത്തുകയായിരുന്നു രംഗം. പബ്ലിക് പ്രോസിക്യൂട്ടർ ഡോക്ടർ ടി ഗീനാകുമാരിയും പോലീസ് സബ് ഇൻസ്പെക്ടർ PL ജോർജും തമ്മിലായിരുന്നു അത്യപൂർവമെന്ന് വിശേഷിപ്പിക്കാവുന്ന കൂടിക്കാഴ്ച അന്ന് നടന്നത്. കഴിഞ്ഞ നവംബർ 25-നും ഇതേ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു.
കൂത്തുപറമ്പിലെ പോലീസ് വെടിവെപ്പിൽ 5 ഡിവൈഎഫ്ഐക്കാർ കൊല്ലപ്പെട്ട ദിവസമായിരുന്നു സെക്രട്ടേറിയറ്റ് നടയിൽ SFI സമരത്തിനിടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. തുടർന്നുണ്ടായ ലാത്തിചാർജിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഗീനാകുമാരിക്ക് തലയ്ക്കാണ് പരിക്കേറ്റിരുന്നത്. ചോരയൊലിച്ചു നിൽക്കുന്ന വനിതാ നേതാവിന്റെ ചിത്രം അടുത്ത ദിവസം പുറത്തിറങ്ങിയ പത്രങ്ങളിലെ പ്രധാന പടങ്ങളിൽ ഒന്നായിരുന്നു. കേരള സായുധ പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ജോർജാണ് ലാത്തി കൊണ്ട് ഗീനാകുമാരിയുടെ തലയ്ക്കടിച്ചിരുന്നത്. മറ്റു പുരുഷ പോലീസുകാരും ഗീനാകുമാരി ഉൾപ്പെടെയുള്ള സമരക്കാരെ കൈകൾ ക്ഷീണിക്കും വരെ പ്രഹരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ബോധരഹിതയായ ഗീന പിന്നീട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഉണ്ടായത്. വർഷങ്ങൾ നിരവധി കഴിഞ്ഞെങ്കിലും ഒരു വനിതയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ വേദന ആ പോലീസുകാരന് വിട്ടുമാറിയിരുന്നില്ല. ഒടുവിൽ വൈകിയാണെങ്കിലും പോലീസ് അസോസിയേഷൻ നേതാവ് TP ബാബുരാജ് ഗീനാകുമാരിയെ കാണാൻ ജോർജിന് അവസരമൊരുക്കി നൽകുകയായിരുന്നു. അന്നങ്ങനെ പറ്റിപ്പോയി. ഉള്ളിലെ നീറ്റൽ നേരിട്ട് കണ്ട് പറയാനാണ് വന്നത്. ക്ഷമ ചോദിക്കുന്നു. ഗീനാകുമാരിയുടെ ജോർജ് തുറന്നു പറഞ്ഞത് ഏറെ വൈകാരികതയോടെ ആയിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും CPM-നൊപ്പം ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെയാണ് ഗീനാകുമാരി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അവർ സംസ്ഥാന നേതാവായിരിക്കുമ്പോൾ ജില്ലകളിൽ ഘടനയ്ക്ക് നേതൃത്വം നൽകിയവർ പോലും MLA-മാരും MP-മാരും മന്ത്രിമാരുമായിട്ട് പോലും ഗീനാകുമാരിക്ക് അത്തരമൊരു അവസരം ലഭിക്കാത്തതിൽ CPM പ്രവർത്തകർക്കിടയിലും നിരാശയുണ്ട്. അഭിഭാഷകയായും പബ്ലിക് പ്രോസിക്യൂട്ടറായും എഴുത്തുകാരിയായും തിളങ്ങുന്ന ഗീനാകുമാരിയുടെ കഴിവുകൾ പാർലമെന്ററി രംഗത്തും ഉപയോഗപ്പെടുത്താൻ CPM വൈകിയെങ്കിലും തീരുമാനിച്ചാൽ അതൊരു പുതിയ ചരിത്രത്തിന് തുടക്കമാകും. പദവികൾ ആഗ്രഹിച്ച് പാർട്ടിയിൽ പ്രവർത്തിക്കുകയും പിന്നീട് പാർട്ടി തന്നെ മാറുകയും ചെയ്ത സിന്ധു ജോയിമാർ ഉള്ള നാട്ടിൽ സമരം തന്നെ ജീവിതമാക്കി മാറ്റിയ ഗീനാകുമാരിയെ പോലെയുള്ളവരെ പരിഗണിച്ചാൽ അത് സ്ത്രീ സമൂഹത്തിനിടയിലും ചെങ്കൊടിയുടെ ശോഭയാണ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാക്കുകൾ കൊണ്ട് അവരെ സുഖിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ കുറിച്ച് എഴുതുന്ന ലേഖനങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്നത് ഒരു പോരാട്ടം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ പോരാട്ടത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ പോരാട്ടത്തെ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് CPM പുതിയൊരു കാൻഡിഡേറ്റ് ആയിട്ട് ഗീതാകുമാരിയെ ഈ ഒരു ഘട്ടത്തിൽ കൊണ്ടുവന്നാലും നമുക്ക് അത്ഭുതപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. ബലാത്സംഗവും ഗർഭഛിദ്രവും നടന്നുവെന്ന് സ്ഥാപിക്കുന്നതിന് ഡോക്ടറുടെ മൊഴി സഹിതമുള്ള രേഖ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. നിസ്സഹായായ സ്ത്രീ കുടുംബ പ്രശ്നം പറയാൻ സമീപിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യം പകർത്തിയ ശേഷം ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന ആരോപണമാണ് രാഹുലിനെതിരെയുള്ളത്. ഗുരുതരമായ കുറ്റകൃത്യം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന പോലീസ് റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയത്. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതിന് തെളിവുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഇത് സംബന്ധിച്ച രേഖകളാണ് ഇന്ന് കോടതിയിൽ നൽകിയത്. യുവതിയുടെ കേസിൽ ഉഭയസമ്മത പ്രകാരമായിരുന്നു ശാരീരിക ബന്ധമെന്ന രാഹുലിന്റെ വാദം ഖണ്ഡിക്കാനാണ് വിവാഹ വാഗ്ദാനം നൽകി 23-കാരിയെ പീഡിപ്പിച്ചുവെന്ന കേസിലെ FIR കൂടി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. പരാതിക്കാരിയായ യുവതിയുടെ വീട്ടിലെത്തി രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്നതായിരുന്നു ഭീഷണിയെന്നും ഫ്ളാറ്റിൽ നിന്ന് ചാടുമെന്ന് പറഞ്ഞുവെന്നുമാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്.